ഈ പവർ വാഞ്ചലിസം ഈ 80കളുടെ ഒരു പകുതി തൊട്ട് 90കളൊക്കെ ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്തൊരു സമയം, ഭയങ്കര ഉണർവിന് വലിയൊരു ചാലകമായ ഘട്ടമായിരുന്നേ. സമുദായക്കാരുടെ ഇടയിൽ അഭിഷേകം പ്രാപിച്ചും സന്തോഷമായും കൂട്ടായ്മ ആചരിച്ചും ഒക്കെ ഇരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. CSI മർത്തോമ. നമ്മുടെ ബിഷപ്പ് ഉമ്മൻ ജോർജ് അന്ന് അച്ഛനൊക്കെ പുള്ളി അന്ന് ഭയങ്കര സജീവമായി ഇതിനകത്ത് വന്നയാളാണ്. ഈശോ മാർ തിമോത്തിയോസിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയൊരു ഉണർവ് നടന്ന കാലഘട്ടമാണ്. അന്നത്തെ പലരും ഇന്ന് വലിയ ചർച്ച് ലീഡേഴ്സും ഒക്കെ ആയിട്ട് മാറി. അന്ന് ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്ന അച്ഛനായിരുന്നു പവർ വാഞ്ചലിസത്തിൻ്റെ ഒരു പ്രസംഗമേ ഉള്ളത് ഞാനാ. അതെ, വേറെ ആരും അവർ പ്രസംഗം. അതെ. അത് ആരംഭത്തിൽ അച്ഛനുണ്ടോ അതോ ആദ്യം വന്നത് ഞാനാ ഉണ്ടാക്കുന്നത്? ഓ, അതിൻ്റെ ഇവിടുത്തെ ബൈബിൾ സ്കൂളിൽ പഠിച്ച ഒരു ആള് മർത്തമാല ഉപദേശമായിട്ട് മാറി. ഓ, അവനിങ്ങനെ വീട് വെച്ചെന്ന് കൂട്ടായ്മ നടത്തും. ഓക്കെ. അങ്ങനെ അവൻ നടത്തുന്ന 3-4 സ്ഥലത്ത് കൂട്ടായ്മയുണ്ട്. അതുകൊണ്ട് അവൻ ജീവിക്കുന്നു. അവൻ്റെ വരുമാനം അതാണ്. അവന് വലിയ നിർബന്ധം ഞാൻ ചെന്ന് പ്രസംഗിക്കണം. ഓ, അങ്ങനെ അവൻ കൂട്ടായ്മ നടത്തുന്നിടത്ത് എന്നെ വിളിച്ച് പ്രസംഗിപ്പിച്ചു. അടുത്ത വീട്ടിലും അവൻ നടത്തുന്ന കൂട്ടായ്മയെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവർ മാസത്തിലൊരിക്കൽ കൂടി വരാൻ തീരുമാനിച്ചു. പല കൂട്ടായ്മകൾ ഒന്നിച്ച്. അങ്ങനെയാണ് ഇതിൻ്റെ ആരംഭം. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചു കൂടി. ഇവിടെ കുന്നന്താനത്ത് നമ്മുടെ രാജഗോപാലൊക്കെ സ്ഥലം ഏതാ? ആഞ്ഞിലിത്താനത്ത് ഒരു CSI പള്ളിയുണ്ട് റോഡ് സൈഡിൽ. അവിടെ വെച്ച് നടത്തുന്ന കൂട്ടായ്മയിൽ ആണ് സക്രക്കോശിയച്ഛൻ വരുന്നത്. ഓക്കെ, ബൈബിൾ സൊസൈറ്റിയുടെ സെക്രട്ടറി. അതുവരെ അച്ഛന്മാരൊന്നും വന്നിട്ടില്ല. അവരൊക്കെ വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ അതിനൊരു അച്ഛന്മാരൊക്കെ ഉള്ള ഒരു കൂട്ടായ്മയായിട്ട് കുറച്ചുകൂടെ ഒരു അംഗീകാരമായി. പിന്നത്തെ മീറ്റിങ്ങിലൊക്കെ ആയിരക്കണക്കിന് ആളുകളാണ് വരുന്നത്. 500 പേര് 1000 പേരൊക്കെയാണ് വരുന്നത്. ഇരുത്താൻ സ്ഥലമില്ല. അതുകൊണ്ട് ഞങ്ങൾ ശാരൺ ഓഡിറ്റോറിയത്തിലെ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ ഞാൻ കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്. അത് കഴിഞ്ഞ് ശാരൺ തോമസൻ വീട്ടിലോട്ട് വിളിച്ച് കയറ്റി എന്നോട് പറഞ്ഞു, ഇന്ന് കാഹളം നൂതി കർത്താവിൻ്റെ വരവിൻ്റെ കാഹളം നൂതി എന്നും പറഞ്ഞു വളരെ പ്രൈസ് ചെയ്തു. തോമച്ചാൻ ആളുകളെ എക്സൈറ്റഡ് ആവും, വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. തിരുവല്ലയിലും കാണാൻ വരികയാണെങ്കിൽ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാവുള്ളൂ. ഉച്ചയ്ക്ക് ഒരു ഹോട്ടലിലും കയറില്ല. ഞങ്ങളിവിടെ ഉണ്ട്. ഏത് സമയത്ത് വന്നാലും ഏത് കാര്യത്തിന് വന്നാലും ഉച്ചയ്ക്ക് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണം. ഇതൊക്കെ പറഞ്ഞ് പുള്ളി അത് കോമ്പൗണ്ട് വിട്ടു തന്നു. പൈസ എന്നോട് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, പൈസ ഒന്നും വേണ്ട, നിങ്ങൾ എത്ര വേണേലും ആത്മാവിൽ ആരാധിച്ചോളാം. പൈസ ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ അവിടെ ആയപ്പോഴത്തേക്ക് കുറച്ച് പേര് വരാൻ മടിച്ചു. പിന്നെ ഒരു അച്ഛന്മാർക്കൊക്കെ വരാൻ മടിയായി. പെന്തിക്കോസിൻ്റെ ഒരു കേന്ദ്ര സ്ഥലത്തിട്ട് പെന്തിക്കോസിലെ ഈ ആളിനെ കൊണ്ടുപോകാനാണെന്നും പറഞ്ഞൊരു പരാതി അതിനു മുമ്പ് ഇറങ്ങിയിരുന്നു. അച്ഛൻ അതിനകത്ത് പ്രസംഗിക്കാനൊക്കെ പോകുമ്പോഴും ഈ ഒരു പെന്തക്കോസ്തിലേക്ക് ആളെ പിടിക്കാനുള്ള ഒരു കാര്യമായിട്ട് അതിനെ ഉപയോഗിച്ചിട്ടില്ല. ഇല്ല. പക്ഷെ അവരൊക്കെ പോയി സ്നാനപ്പെട്ടു. നമ്മൾ പ്രസംഗിക്കാതെ തന്നെ അവർക്കെല്ലാം അറിയാമല്ലോ, ഉള്ളിൽ അറിയാമല്ലോ. അതെ, ഈ കരിസ്മാറ്റിക്കാരുടെ കാര്യം പറഞ്ഞ പോലെ കരിസ്മാറ്റിക് മൂത്ത് പെന്തിക്കോസ് ആകും. അതെ, എന്ന് പറഞ്ഞ പോലെ കൂട്ടായ്മ മൂത്ത് അങ്ങനെ ആ കൂട്ടത്തിൽ ആഭരണം ഊരുക എന്നൊരു വ്യവസ്ഥ ഇല്ലായിരുന്നെങ്കിൽ എല്ലാം പെന്തിക്കോസിലായെന്ന്. സഹോദരിമാരാണല്ലോ. അതെ. നമ്മൾ ഈ ചരിത്രത്തിൽ നമ്മൾ ചെയ്തൊരു അബദ്ധമായിട്ട് തോന്നുന്നുണ്ടോ ഇപ്പോഴും? വലിയ അബദ്ധമായിരുന്നു. വലിയൊരു അബദ്ധമാണ്. നല്ല ഉദ്ദേശത്തിൽ ചെയ്തതാണ്. പക്ഷേ അത് ഒരുപാട് ആളുകൾ മുമ്പോട്ട് വരാൻ തക്കവണ്ണം തടസ്സമായി തീർന്നു. നമ്മളെ ഒരു കൾട്ടായിട്ട് കാണുകയും ചെയ്തല്ലേ. കൾച്ചറൽ പ്രശ്നം മാത്രമല്ല, അപ്പോസ്തലിക ഉപദേശത്തിലൊന്നും ഇതില്ലല്ലോ. ആഭരണം ഒരു വിഷയമല്ല. പത്രോസ് ആഭരണം ഊരിച്ചെന്ന് പറയുന്നില്ലല്ലോ, ഒരിടത്തും പറയുന്നില്ല. ആകെ ഇവർ പറയുന്ന വെള്ളി പൊന്ന മുതലായ കഴിഞ്ഞ 3 വസ്തുക്കളായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു വിഷയമാണ്, ഒരു വാക്യമാണ്. അങ്ങനത്തെ വാക്യമൊക്കെ എടുത്താ സ്ഥാപിക്കുന്നു. എന്നെ പിടികൂടിയായിരുന്നു. ഞാൻ ഇങ്ങനെ ഇവരുടെ ഇടയിൽ പോയി പ്രസംഗിക്കുന്നു പറഞ്ഞ് കൗൺസിൽ വിചാരണയ്ക്ക് അവിടെ ജനറൽ കൗൺസിലിലെ
TC മാത്യു അവതരിപ്പിച്ച്. പ്രൊഫസർ TC മാത്യു. ആ, ഞാനില്ല, ഞാൻ അന്ന് വൈകിട്ട് കൺവെൻഷൻ പ്രസംഗിക്കേണ്ട ആളാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് പോയി. ഓക്കെ. പ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി ഇതെടുത്തിട്ടു. പിന്നെ ഇവർ ചോദിച്ചു, KC ജോൺ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പറയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇവിടെ അവർ 3 പേരെ തീരുമാനിച്ചു എന്നോട് സംസാരിക്കാനായിട്ട്. ഒന്ന് PM വരുമ്പോൾ, ഒന്ന് PK ചാക്കോ, മറ്റൊന്ന് ഇയാൾ ബഹറിലെ TT ജോസഫ്. അന്ന് സംസാരിക്കേണ്ട, അന്ന് പ്രസംഗമല്ലേ, അടുത്ത ദിവസം മതി എന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച പ്രസംഗം, ശനിയാഴ്ച ആയപ്പോൾ ഇവിടെ മുറിയിൽ കുമ്പനാട് കൺവെൻഷൻ സമയത്ത്, കുമ്പനാട് കൺവെൻഷൻ ടൈം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് PK ചാക്കോയുടെ മുറി വെച്ചാ. PK ചാക്കോയുണ്ട്, വിചാരണ നടത്തുക. അവിടെ പുള്ളി PM വരുമ്പോൾ വന്ന് അവിടെ ഒരു കട്ടിലുണ്ട്, അവിടെ കയറി കിടക്കുക, വർത്തമാനം പറയുന്നുണ്ട് കിടന്നുകൊണ്ട്. ഞാൻ ആ കട്ടിലിൽ തന്നെ ഇരിക്കുക, കസേരയിട്ട് ഇവരെല്ലാം അവിടെ ഇരിപ്പുണ്ട്. ജോർജ് ഓറീസും ഉണ്ട്. ഞാൻ പറഞ്ഞു, IPC സഭ എന്താണോ ഇതിൽ വിശ്വസിക്കുന്ന ആ വിശ്വാസം എനിക്കുള്ളത്, വ്യത്യാസമില്ല. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്, നിങ്ങളിപ്പം വികാസമരാമം തീർത്തു തരാമല്ലോ, ആഭരണം ഉപയോഗിക്കരുതെന്ന് പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും കൽപ്പനയുണ്ടോ? അന്ന് ജോർജ് ഓറീസ് റൈസായി ചൂടി. ഇത്ര നാളത്തെ അറിയത്തില്ലല്ലേ, ഇസ്രായേൽ മക്കൾ അവിടെ മുതൽ ആഭരണം ധരിച്ചില്ല. പറഞ്ഞു നിർത്തിയിട്ട് ഞാൻ വീണ്ടും പറഞ്ഞു, എവിടെയെങ്കിലും ഒരു തെളിവ് തരാനുണ്ടോ പുതിയ നിയമത്തിൽ നിന്ന്? മനസ്സിലായില്ലേ? വേറൊരിടത്ത് വാക്യം, അതും പഴയ നിയമത്തിലൊരു വാക്യ, ഏതാണ്ട് കരുവേലത്തിൻ്റെ അടി കുടിച്ചിട്ടൊന്നും പറഞ്ഞു. പുള്ളിക്ക് പിടി കിട്ടുന്നില്ല. പുതിയ നിയമം എന്ന് പറയുന്നത് മാത്രം പുള്ളിയുടെ മൈൻഡിലോട്ട് വരുന്നില്ല, ബൈബിൾ എന്നുള്ള ചിന്ത. ഉടനെ PK ചാക്കോ പറഞ്ഞു, പൊടിക്കുഞ്ഞെ, KC ജോൺ പറയുന്ന മനസ്സിലാകുന്നില്ല പൊടിക്കുഞ്ഞിന്. പുതിയ നിയമത്തിലൊരു വാക്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. അവരെത്ര നോക്കിയിട്ടില്ല, വേർപെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പം ആവരണമാണെന്ന് അവിടെ എഴുതിയിട്ടില്ലല്ലോ. അന്ന് പോലെ എൻ്റെ വിശ്വാസം അതാണ്. പക്ഷേ പാസ്റ്റർ KC ജോൺ എന്തുകൊണ്ട് അതിനു വേണ്ടി നിന്നില്ല? അതായത് അതിനുവേണ്ടി നിന്നില്ലെന്ന് പറഞ്ഞാൽ ആളുകളുടെ ഇമോഷണലായിട്ടുള്ള തിങ്കിങ് അങ്ങനല്ല, പൊതുവികാരം നമുക്കെതിരാണ്. എൻ്റെ വലിയ സ്ഥാനപ്പെട്ടപ്പോൾ അപ്പച്ചൻ അടിച്ചടിച്ച് അത് ചെയ്തതാ. ആഭരണ ഊരിയന് എൻ്റെ അമ്മ ഒത്തിരി കഷ്ടം സഹിച്ചതാണ്, എൻ്റെ അമ്മ അടി കൊണ്ടതാണ്, എൻ്റെ അച്ഛൻ എന്തൊക്കെയാണ്. അതാണ് ഇമോഷണൽ ഫീലിംഗ്. ഇമോഷണൽ ഫീലിംഗാ. അവിടെ നമ്മൾ അതേ വല്ലം കയറിത്തൊട്ടെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കുന്നതായിട്ടാണ് ഒരു വൈകാരികമായിരുന്നത്. സത്യത്തിലെ എൻ്റെ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയെന്ന് തോന്നുന്നു. ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല ഇത് വന്നത് സത്യത്തിൽ ഈ ബ്രദറൻ പിന്തുടർച്ചയായിട്ട് നമുക്ക് കിട്ടിയത്, ബ്രദറുകാർക്ക് അത് കിട്ടിയത് യൂസ്തൂസ് ജോസഫിൽ നിന്നാണ്. പിന്നെ യൂസ്തൂസ് ജോസഫ് ഇപ്പൊ അതൊരു വലിയ വിവാദം, പാട്ടൊക്കെ വിവാദമായ കാലഘട്ടമാണ്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അതായത് യൂസ്തൂസ് ജോസഫ് ഈ കർത്താവ് വരും, ഇപ്പോൾ വരുമെന്നും പറഞ്ഞ് 5.5 വർഷത്തെ കാലാവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഈ ആളുകളെല്ലാം അവരുടെ വസ്തുവകകൾ വിറ്റ് ആഭരണങ്ങൾ ഊരി ഇദ്ദേഹത്തിൻ്റെ കാൽക്കൽ കൊണ്ടുവച്ചു. കർത്താവ് ഇട്ട് വന്നു ഇല്ല, ഇവരിതെല്ലാം എടുത്ത് ഭക്ഷണമെല്ലാം കഴിച്ച് ഇവർ ഭയങ്കര ദാരിദ്ര്യത്തിലൊക്കെ ആയി. പിന്നെ ഇവർക്ക് ആഭരണം വാങ്ങാൻ സംവിധാനമൊന്നും ഇല്ലായിരുന്നു. പിന്നുണ്ടായിരുന്നവർ ആഭരണം ഇല്ലാതെയാണ്. നിരാഭരണത്വം അവരുടെ മതത്തിൻ്റെ യൂയോമയ സഭയുടെ ഒരു ഉപദേശമാക്കി മാറ്റി. പിന്നീടാണ് ഈ ബ്രദറൻ ആശയങ്ങളിലേക്ക് ഇത് വന്നപ്പം അവരതിൻ്റെ ഒരു പിന്തുടർച്ചക്കാരായി മാറി. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പം പ്രത്യക്ഷ രക്ഷാദിവസക്കാർക്കും ആഭരണം ഇല്ലെന്ന് തോന്നുന്നല്ലേ? അത് ഇല്ല. PRDS അവർക്കും ഇല്ല. അപ്പം ഈ നിരാഭരണം ഒരു മതവിശ്വാസമാക്കി കളഞ്ഞു നമ്മൾ. അത് മിയർ ക്രിസ്ത്യാനിറ്റിയിൽ മാറിക്കളഞ്ഞത്. ന്യൂ ടെസ്റ്റമെന്റിൽ തെളിയിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. തെറ്റായ വാക്യങ്ങൾ അതിന് പറയുന്നു. നമ്മൾ ചോദിച്ചാൽ, അതെ, ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, വാക്യം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു പറഞ്ഞൊരു വാക്യമുണ്ട്, അപ്പം നുറുക്കി ഉപദേശത്തിനകത്തുള്ള. ഞാൻ പറഞ്ഞതിനകത്ത് ഉണ്ടെന്ന് പാസ്റ്റർ പറയുന്നതല്ലേ ഉള്ളൂ, അവിടെ ഒന്നും എഴുതിയിട്ടില്ലല്ലോ. എവിടെയെങ്കിലും പറഞ്ഞു, പൊന്ന് ദൈവത്തിന് പിണക്ക. പുതിയ നിയമസഭയിലെ ആരെങ്കിലും പൊന്ന് ഉപയോഗിക്കുന്നത്? പഴയ നിയമത്തിലാണെങ്കിൽ അവരുടെ പണികൾക്കെല്ലാം പൊന്ന് വേണമായിരുന്നു. പുതിയ നിയമത്തിൽ പൊന്ന്, വെള്ളി മുതലായ സാധനങ്ങൾ പാടില്ല. ഞാൻ ചോദിച്ചു, പ്ലാസ്റ്റിക്കോ?
മാലയിട്ടാൽ ഒരുപാട് കുഴപ്പമില്ല. ഓ ശരി, പൊന്നിനോടുള്ള വിരോധം. പക്ഷെ പാടാറുണ്ടെന്ന് തോന്നുന്നു അവിടെ, പൊന്മണി മാല അവൻ എനിക്ക് തരും. അവിടെ ചെല്ലുമ്പോൾ അവിടെ തങ്കത്തെരുവിലൂടെ നടക്കാൻ പോലെ. പക്ഷെ അതുകൊണ്ട് നമുക്കൊരു വലിയ അപജയം വന്നു. നമ്മൾ മിയർ ക്രിസ്ത്യാനിറ്റി മുഖ്യധാരയിൽ നിന്ന് മാറേണ്ടി വന്നു. നമ്മളെ തെറ്റിദ്ധരിച്ചു, നമ്മൾ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു. അല്ല, ഒരുപാട് ആളുകൾ മുമ്പോട്ട് വരാനിരുന്ന ആളുകൾ ഈ ഒരൊറ്റ കടമ്പോട്ട് മാറിയില്ല. വേർപാട് എന്ന് പറയുന്നത് ഇതാണെന്ന് തെറ്റിദ്ധരിച്ചു. പാപത്തിൽ നിന്നുള്ള വേർപാട് എന്നതിനേക്കാൾ ഉപരി ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണെന്ന് വന്നു. അതൊരു വലിയ സങ്കടമാണ്. ന്യൂ ജനറേഷൻ സഭകൾ തുടങ്ങാനും ഒരു പ്രചോദനമായത് ഇങ്ങനെയുള്ളതാണ്. അതാ. ഓക്കെ, ഈ പവർ ഇവാഞ്ചലിസത്തിലോട്ട് തിരിച്ചു പോയാൽ നമ്മൾ ഈ പവർ ഇവാഞ്ചലിസം എത്ര കാലഘട്ടത്തെ ഒരു ഉണർവായിരുന്നത്? ഒരു 4 വർഷമെങ്കിലും കാണും. 4 വർഷം, 3-4 വർഷം കാണും. സത്യത്തിൽ അത് ഈ പെന്തക്കോസ്തിലേക്ക് കണ്ടമാനം കുടുംബങ്ങൾ വരാനായിട്ടും ഒരു കാരണമായി. അച്ഛന്മാർ സ്നാനപ്പെട്ടില്ലേ? അച്ഛനാണോ സ്നാനം? അതെ. എത്ര പേര് സ്നാനപ്പെടുത്തി? 5 പേര്. 5 അച്ഛന്മാരെ സ്നാനപ്പെടുത്തി. ഇവിടത്തെ കടവിൽ വെച്ചായിരുന്നല്ലോ. അതൊക്കെ വലിയ വിപ്ലവം. സാൻകുട്ടി ഫോട്ടോ എടുക്കാൻ പോലും സംഭവിച്ചില്ല. ഇത് വിവാദമാക്കണ്ട, അവർക്ക് ഒരു ബുദ്ധിമുട്ട് വരണ്ട, എപ്പിസ്കോപ്പൽ സഭകൾക്കൊരു ഒരു ഹർട്ടിങ് ആകണ്ട. അതാണ് അത്രയും ഫീലിങ്സ്, മറ്റുള്ളവരുടെ ഫീലിങ്സിനെ ഏറ്റവും കൂടുതൽ അച്ഛൻ ബഹുമാനിക്കുന്നതാണ്. അച്ഛന്മാർ ഇങ്ങനെ സ്നാനപ്പെടുന്നത് വീഡിയോ ഫോട്ടോയൊക്കെ വന്നു കഴിയുന്നുണ്ട് എപ്പിസ്കോപ്പൽ കമ്മ്യൂണിറ്റിക്ക് ഒരു അപകേളനപരമായിട്ട് അവർക്ക് തോന്നുന്നുണ്ടായെന്ന് വിചാരിച്ച് അന്ന് റിപ്പോർട്ട് ചെയ്യാനോ ഫോട്ടോ പോലും എടുപ്പിക്കാനോ സംഭവിച്ചില്ല. ശരിയാണ്, എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ശരിയാ. പരസ്യം കൊടുത്തില്ലല്ലോ, നോട്ടീസ് അടിച്ചില്ല, പരസ്യം കൊടുത്തില്ലൊന്നുമില്ല. അറിഞ്ഞു കേട്ട് വന്നവരാ. ഒരുപാട് ആൾ വന്ന പാലം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അവർ പിന്നെ ഒരു ചർച്ചായിട്ട് രൂപാന്തരപ്പെട്ടു അല്ലേ? അവരൊരു ചർച്ച അവിടെ മലങ്കര ക്രിസ്ത്യൻ ചർച്ച്. അത് ഈ പിന്നെ അത് ഈ പവർ ഇവാഞ്ചലിസത്തിന് ഒരു അത് തകർന്നു പോകാൻ എന്തുവാ കാരണം, അല്ലെങ്കിൽ അത് നിലച്ചു പോയതിൻ്റെ കാര്യം? ഇത് ഈ ആളുകൾ പെന്തിക്കോസിൽ പോകുന്നു, ഇത് മുഖാന്തരം എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടായി. അതെ. അപ്പം അതിനകത്ത് എന്നാലും ഒരു വലിയ ആത്മീയ മുന്നേറ്റമല്ല. അതിനകത്തിൽ 1-2 പേര് മരിച്ചു, കുറച്ച് പേര് അമേരിക്കയ്ക്ക് പോയി, അങ്ങനെയൊക്കെ ലീഡർഷിപ്പ് മാറുകയതാണ്. പിന്നെ 2 പ്രശ്നങ്ങളൂടെ പെന്തിക്കോസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കറിയാം. ഒന്ന്, അച്ഛനെ വിലക്കി എപ്പിസ്കോപ്പൽ സഭകളിൽ പ്രസംഗിക്കാൻ പോകുന്ന വിലക്കെന്ന് പറഞ്ഞാൽ അവർ താക്കീത് ചെയ്തു. അപ്പം നമ്മുടെ ഇടയിൽ നിന്ന് ഭയങ്കരമായിട്ട് അച്ഛനെതിരെ ഉണ്ടായി. പിന്നെ അച്ഛൻ അപ്പോഴത്തേക്ക് ചർച്ച് ലീഡർഷിപ്പിലോട്ട് വരിക. ഞാൻ അതിലേക്ക് വന്നേ. പാസ്റ്റർ KC ജോൺ IPCയുടെ ലീഡർഷിപ്പിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് വന്നതോടെ ഈ മറ്റ് സമുദായ സഭകൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ കൂട്ടായ്മക്കാർക്ക് അച്ഛനെ ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നു. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? ഹല്ലേലൂയ മാട്രിമോണിയൽ നിങ്ങളെ സഹായിക്കുന്നു. വിശ്വാസികൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മാർഗമാണിത്. 2 മാർഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ 10,000-കണക്കിന് ആളുകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ഒന്ന്, ഹല്ലേലൂയ ഓൺലൈൻ. നിരന്തരം ക്രിസ്തീയ വാർത്തകൾ 100 വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി 10,000-കണക്കിന് വായനക്കാരിലേക്ക് എത്തുന്നു. ആ വാർത്തകളോടൊപ്പം നിങ്ങളുടെ മാട്രിമോണിയലും ഉൾപ്പെടുത്തുന്നു. 2, കഴിഞ്ഞ 30 വർഷമായി പ്രസിദ്ധീകരിക്കുന്ന ഹല്ലേലൂയയുടെ പ്രിന്റ് എഡിഷൻ ഉണ്ട്. ആ പ്രിന്റ് എഡിഷനിലും ഈ മാട്രിമോണിയൽ അതുപോലെ തന്നെ ഉൾപ്പെടുത്തുന്നു. ഈ 2 മാർഗങ്ങളിലൂടെ 10,000-കണക്കിന് വായനക്കാരിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മാട്രിമോണിയൽ എത്തുമ്പോൾ ആലോചനകൾ നിങ്ങളെ തേടി വരും. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത് പ്രാർത്ഥനാപൂർവം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും. അതുകൊണ്ട് വൈകണ്ട. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ ബയോഡേറ്റയും ഫോട്ടോയും അയയ്ക്കുക. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.